എവിടെയാണ് പോകുന്നത്? ഏത് വായനശാല? പോവാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് വായന മാസാചരണത്തിൻ്റെ ഭാഗമായി വിദ്യാരംഗം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളിന്ന് പനപ്പാങ്കുന്ന് ജനതാ വായനശാലയിലേക്ക് പോവുകയാണ്. വായനശാല സന്ദർശനത്തിനായി ഞങ്ങൾ പോകാൻ തയ്യാറായത് കാർത്തിക ബസ്സിലാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ വായനശാലയിലേക്ക്. സത്യം പറയാലോ, ഇതൊരു അടിപൊളി യാത്രയായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാവോ. ഞങ്ങളിത് ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു യാത്ര പോകുന്നത്, അതും ബസ്സിൽ. സത്യം പറയാലോ, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വായനശാല എത്തി. ഞങ്ങൾ വരിയായി നടന്ന് നമ്മുടെ ജനതാ വായനശാലയിലേക്ക് കയറി. അവിടെ ഞങ്ങളെ സ്വീകരിക്കാനായി ജനതാ വായനശാലയുടെ ലൈബ്രറിയനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മുൻപും ഈ വായനശാല സന്ദർശനത്തിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികളുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ 7ാം ക്ലാസ്സുകാർ മാത്രം ഇവിടെ എത്തുന്നത്. ആദ്യമേ തന്നെ സാറ് ഞങ്ങളെ എല്ലാവരെയും ലൈബ്രറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. കിളിമാനൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് പനപ്പാങ്കുന്ന് ജനതാ വായനശാല. ഏതാണ്ട് 14,000-ഓളം പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ട്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളും ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളാണ് എന്നൊക്കെ കുറിച്ചെടുത്തു. കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് മറിച്ചു നോക്കി, കുറച്ച് നേരം വായിച്ചു നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വരിയായി നടന്ന് വായനശാലയുടെ മുകളിലത്തെ നിലയിലെ ഹാളിലേക്ക് പോയി, ജൂബിലി ഹാൾ. അവിടെയാണ് എഴുത്തുകാരിയും കവയിത്രിയുമായ ശ്രീമതി രമാദേവി രവീന്ദ്രൻ എത്തുന്നത്. അവർകളുമായി കുറച്ചു നേരം സംസാരിക്കാനാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നോക്കിയേ, വായനശാലയുടെ ഹാളിൽ നിറയെ ചിത്രങ്ങളുണ്ട്. സാമൂഹ്യ നേതാക്കന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ചിത്രങ്ങൾ. അങ്ങനെ പരിപാടികളെല്ലാം വഴി പോലെ നടന്നു. ഞങ്ങൾക്കും കിട്ടി ഒരു പാട്ട് പാടാനുള്ളൊരു അവസരം. അങ്ങനെ ഞങ്ങളും പാടി ഒരു വായനാദിന ഗാനം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വായനശാല സന്ദർശനം? ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് കാർത്തിക ബസ്സിൽ തന്നെ. നന്ദി.